എന്നിട്ട് ഫോൺ തന്നെ ഞാൻ ചാനലിൽ വിളിച്ചു. നിങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് സംഭവം കൺഫ്യൂഷൻ ആക്കല്ലേ. ചാനലിലൊന്നും വിളിച്ച് പറയേണ്ട ഒരാവശ്യമില്ല. ഇത് ഞാൻ വേറെ ലെവലിൽ ആലോചിച്ച് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സാധനം നമ്മൾ ഇവിടുന്ന് മാറ്റുന്നു, വിൽക്കുന്നു, കിട്ടുന്നത് എത്ര ആണെങ്കിലും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നു. എന്ത് പറയുന്നു? 80% എനിക്കും 20% നിങ്ങൾക്കും. എനിക്കൊന്നുമില്ലേ? നിനക്ക് എന്തെങ്കിലും നക്കാ വെച്ച് തരാവട്ടെ, വിഷമിക്കായിരിക്കും. മുതലാളി എടുക്കടാ, ചിലപ്പോ ഇതിന്റെ റാംജി റാവു ആയിരിക്കും. എടുത്തിട്ട് സാധനം നമ്മുടെ കയ്യിലുണ്ടെന്ന് പറ. എവിടെ കൊണ്ടുവരണമെന്ന് ചോദിക്ക്. എടുക്കടാ. ബെന്നി സർ, ആ ചെറുക്കനും പെണ്ണും എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. തനിക്കെന്ത് തോന്നുന്നു? ഏയ്, അതവരെ ആക്സിഡന്റ് ടെൻഷനില്ല സർ. പിന്നെ സംഭവം നടക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് അവരുടെ കോമ്പിങ്ങിൽ വന്നൊന്ന് പെട്ടായിരുന്നു. ഞാൻ അവരുടെ വണ്ടി ചെക്ക് ചെയ്തിട്ടാണ് സർ വിട്ടത്. എന്തായാലും അവരെ ഇപ്പോൾ വിടണ്ട, ഞാൻ പറയാം. സർ. സാറേ, അവരെവിടെ ഒന്നും കാണാനില്ല. എന്ന് വെച്ചാ? ആ, ഇപ്പോൾ വന്നവൻ്റെ വണ്ടിയും കാണാനില്ല. അവർ മുങ്ങിയെന്നാ തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലോ ഒരു കുഴപ്പമാണെന്ന്. ഇയാളൊക്കെ അവിടെ എന്തെടുക്കായിരുന്നു? ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത കുറെ എണ്ണത്തിന് എന്തിനാണോ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുന്നത്? താൻ ഇവിടെ തന്നെ കാണണം, മനസ്സിലായോ? സർ. അകത്ത് കിടക്കുന്നതിന് ബോധം വരുമ്പോൾ എന്നെ വിളിച്ച് പറയണം. പുറത്തു നിന്ന് ഒറ്റ ഒരുത്തനെയും അകത്തോട്ട് വിടരുത്. സർ. പിന്നെ ആ കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞിട്ട് സിറ്റി മുഴുവൻ അടിച്ചു വെക്കാൻ പറ. അവന്മാരുടെ വണ്ടി ഇന്ന് ടൗൺ വിട്ട് പോകരുത്, മനസ്സിലായല്ലോ? ഓക്കെ സർ. വണ്ടി എടുക്കണം. താനെന്താ ഈ നേരത്ത്? ഇത് ചാനലിലെ റിയ റോയ്. അതെ. വാ അകത്തേക്കോ. വീട്ടിൽ വന്നു കയറിയപ്പോഴും ഓർത്തെ കേക്ക് എടുക്കാൻ മറന്നു. പിന്നെ ബാലുവിനെ വിളിച്ചു പറഞ്ഞു വേറൊരെണ്ണം കൊണ്ടുവരാൻ. നിങ്ങള് കേക്ക് തരാൻ വന്നാലേ? വാ ഇരിക്ക്. കുഴപ്പമില്ല. പ്രിയമോള് ഇതുവരെ ഉറങ്ങിയില്ലല്ലേ? ഹേയ്, അച്ഛൻ വന്നിട്ടേ ഉറങ്ങൂന്ന് ഒരേ വാശി. സാധാരണ ബാലു ഇത്രയും ലേറ്റ് ആവാറില്ല. മിനിസ്റ്റർ രാജൻ കുറുപ്പായിട്ട് ബാലൻ എന്താ ബന്ധം? കുറുപ്പ് സാറിന്റെ പേഴ്സണൽ സ്റ്റാഫാ ബാലു. മാഡം, ഞങ്ങൾ ശരിക്കും വേറൊരു കാര്യം പറയാൻ വന്നോ? എന്തോ പോയത് നിനക്കെന്നെ അറിയില്ല സാറേ? അകത്ത് കിടക്കുന്ന ആളുടെ ഭാര്യയും കൊച്ചോ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ സാറേ. ആക്സിഡന്റ് പറ്റിയ ആളെ നിനക്ക് അറിയില്ല എന്നല്ലേ നീ നേരത്തെ പറഞ്ഞത്? അതെ സാറേ. പിന്നെ ആളുടെ ഭാര്യയും കൊച്ചിനെ നിനക്ക് എങ്ങനെ അറിയടാ? സാറേ, ഇന്ന് വൈകുന്നേരം അവരെ വീട്ടിൽ കൊണ്ടാക്കിയത് ഞാനാ, എൻ്റെ ഊബറിൽ. കൊള്ളാവല്ലോടാ. നിന്റെ വണ്ടി യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകളുടെയും ഭർത്താക്കന്മാരെ നിനക്കറിയോ? ഇല്ല സാറേ. അതോ യാത്രക്കിടയിൽ അവർ ഭർത്താവിന്റെ ഫോട്ടോയോ മറ്റോ നിന്നെ കാണിച്ചോ? ഇല്ല. പിന്നെ എങ്ങനാടാ? ഇത് അയാളുടെ ഫോണാ സാറേ. ഇതിൽ അവർ വിളിച്ചപ്പോൾ ഫോട്ടോ കണ്ടതാ. എന്നിട്ട് ഈ ഫോണിന്റെ കാര്യം നീ നേരത്തെ പറഞ്ഞില്ലല്ലോ? ഞാൻ മറന്നുപോയതാ സാറേ. കൊള്ളാലോടാ. വൈകിട്ട് ഭാര്യ നിന്റെ വണ്ടി കയറുന്നു, രാത്രി ഭർത്താവ് നിന്റെ വണ്ടിയുടെ മുന്നിൽ ചാടുന്നു, എന്നിട്ട് അയാളെ നീ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നു. എല്ലാം കൂടെ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോടാ ജോർജി? ശരിയാ സാറേ, ഭയങ്കര കോയിൻസിഡൻസാ. എന്താ ശരിയല്ലേ? ശരി, രണ്ടുപേരും അങ്ങോട്ട് ഇരിക്കും. പേട്ടാ, ഇവരിനി പുറത്തു പോകാൻ നോക്കണം. ശരി സാർ. അവരെങ്ങും പോയില്ല, ഞാനിവിടെ ഉണ്ട്. ഇവനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കൂട്ടത്തിൽ ഏറ്റവും ഉടായ്പ ഇവനാ. അത് ഞാൻ ഏറ്റു സാർ. എടോ ഇങ്ങോട്ട് പോ. അവിടെ പേര്. ഈ സാറിന് എങ്ങനെ എൻ്റെ വട്ടപ്പേര് അറിയാം? കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട, അവിടെ പേര്. ഓ, നിങ്ങളെ ശ്രദ്ധിക്കാൻ പറഞ്ഞേപ്പിച്ചു. എത്ര നാളായി ബാലു മിനിസ്റ്ററിനോട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? കുറച്ചു കാലമായി മാഡം. ബാലുവിൻ്റെ അച്ഛനും രാജൻ സാറും ഒരുമിച്ച് തുടങ്ങിയതാ പാർട്ടി. ബാലു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മരിച്ചു പോയതാ അച്ഛൻ. രാഷ്ട്രീയ കൊലപാതകമായിരുന്നു. പിന്നെ ബാലുവിനെ വളർത്തിയതൊക്കെ രാജൻ സാർ തന്നെയാണ്. അച്ഛനെ പോലെയായിരുന്നു സാറ് ബാലുവിന്.
ഒരു ഉറുമ്പിനെ പോലും നോക്കിയാത്ത ആളാ മാഡം എൻ്റെ ബാലു. ആൾക്കെങ്ങനെ ആ പുറത്തെ ക്യാമറ മാത്രം ഒന്ന് പ്ലേ ചെയ്ത്. ശരി സാർ. ഫാസ്റ്റ് ഫോർവേഡ്. സ്റ്റോപ്പ്. പ്ലേ. വാ മോളെ വാ. നിങ്ങളെങ്ങനെ മാഡം മൂന്ന് പേര് എഴുന്നേറ്റ് വന്നേ. വരാൻ. സാറേ എന്തോ സാറേ? ആ ബാഗ് എവിടാ? ഏത് ബാഗാ സാറേ? നിനക്കറിയത്തില്ല? ഇല്ല സാർ. നിന്നെ വണ്ടിയല്ലേ? ആണ് സാറേ. ആ ഡിക്കിന്ന് പറഞ്ഞേ. എന്തിനാ സാറേ? ഓ കാര്യം പറഞ്ഞെങ്കിലേ സാർ തുറക്കത്തുള്ളൂ. തുറക്കണം അങ്ങോട്ട്. തുറക്കാം. ആരുടെ ബാഗാടാ അത്? ഇതെന്റെ ബാഗാ സാറേ. തുറക്കടാ. തുറക്കടാ അങ്ങോട്ട്. ആരുടെ ഡ്രസ്സാടാ അത്? എന്റെ ഡ്രസ്സാ സാറേ. നിന്റെ ബാഗാണെന്നല്ലേ നീ പറഞ്ഞത്? ആ ബാഗ് ഇവന്റെയാ, പക്ഷെ അതിനകത്ത് കളക്ഷൻസ് എന്റെയാ. കുറെ നേരമായി അവന്റെ ജോക്കർ കളി. പറയടാ, വേറെന്താ അറിയടാ നിനക്ക്? വേറെ എന്നാ സാറേ? കള്ളം പറയുന്നു. എന്താ സാർ ഇത്? മിണ്ടരുത് നീ. നിന്റെ അടുത്തൊന്നും ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. ബാക്കി സ്റ്റേഷനിൽ നിന്നിട്ടാവാം. പിടിച്ചു കയറ്റ്. സാർ. പ്രതിഭ വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കും. ശരി സാർ. വാ.